प्यारे बच्चों, सबको मेरा नमस्कार। सब कैसे हैं? ठीक है ना? पिछली कक्षा में हमने क्या पढ़ा, याद है सबको? तो बताइए, क्या? मिहिर और मोरपाल की दोस्ती? हाँ, सही है। आपने क्या कहा? मोरपाल की गरीबी? वो तो सही है। पाठ की शुरुआत में मैंने आपसे बताया था कि यहाँ लेखक अयाम कलाम फिल्म देखते ही अपने बचपन का दोस्त മോർപാൽ की याद करता है. ടീച്ചർ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയില്ലേ? എപ്പോഴാണ് വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലേഖകൻ തൻ്റെ ബാല്യകാല സുഹൃത്തായ മോർപാലിനെ ഓർക്കുന്നത്? അയാം കലാം എന്ന സിനിമ കണ്ടപ്പോഴാണ്. അപ്പോൾ നമുക്ക് കലാമിൻ്റെ കഥ കേൾക്കണ്ടേ? കൊച്ചു കലാമിൻ്റെ കഥ. നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ടീച്ചർ ഒരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ സിനിമ നിങ്ങൾ കാണണം. നിങ്ങളെപ്പോലെയുള്ള കൊച്ചുമക്കൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് അയാം കലാം. ഓക്കെ, റിയലി എ മോട്ടിവേഷണൽ ഫിലിം. കാണുമല്ലോ. नील माधव पांडा की अयाम कलाम देखते हुए मुझे अपना बचपन बहुत याद आया, क्योंकि यह फिल्म भी उन्हीं विलोमों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. यहाँ विलोम शब्द का अर्थ है विपरीत, बेमेल, യോജിക്കാത്തത്. കിസ്സെ, കിസ്സെ മാനെ കഹാനിയ, കഥകൾ. नील माधव पांडा कौन है? अयाम कलाम फिल्म का निदेशक है. उनकी फिल्म है अयाम कलाम. निदेशक क्या अर्थ है? डायरेक्टर, संविधायकन. इस फिल्म में लेखक के मत में फिल्म में किन के बारे में कहा गया है? लेखक के मत में फिल्म में किन के बारे में कहा गया है? लेखक के मत में इस फिल्म में उनके बचपन की ज़िंदगी में जो बेमेल लोग हैं उन्हीं की कहानियाँ कही गई हैं. മനസ്സിലായോ മക്കളെ? ലേഖകൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അടുത്തറിഞ്ഞ, പരിചയിച്ച ചില ആൾക്കാരുടെ ജീവിത കഥയാണ് ഈ സിനിമയിൽ പറയുന്നതെന്നാണ്. നീൽ മാധവ് പാണ്ഡ സംവിധാനം ചെയ്ത സിനിമയാണ് അയാം കലാം. ഈ ഫിലിമിൽ നമ്മുടെ ലേഖകനായ മിഹിറിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ട് അടുത്തറിഞ്ഞ ചില ജീവിതങ്ങൾ, അതായത് തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതിരുന്നിട്ടും ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് പോരാടി ജീവിച്ചവർ, അവരുടെ കഥയാണ് അദ്ദേഹം ഈ സിനിമയിൽ കണ്ടത്. हमारा नायक कलाम चाय की दुकान में काम करता है. उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना. कलाम कहाँ काम करता था? कलाम एक चाय की दुकान में काम करता था. बड़े होकर वो कौन बनना चाहता था? बड़े होकर वह राष्ट्रपति कलाम के समान बनना चाहता था. हमारा छोटा कलाम राजस्थान के एक चाय की दुकान में काम करता था. चाय की दुकान को ढाबा कहते हैं. यहाँ ढाबा चलाने वाले का नाम है भाटीसा. भाटीसा की चाय की दुकान में काम करने के लिए हमारे कलाम को उसकी माँ लाई. वहाँ आकर एक दिन कलाम ने टीवी में राष्ट्रपति कलाम को देखा. देखते समय
उसने भाटीसा से पूछा, ये कौन है? उसने उत्तर दिया, ये हमारे राष्ट्रपति डॉक्टर APJ अब्दुल कलाम। यह सुनकर उसको उन पर बहुत आकर्षण हुआ। उसने निश्चय किया कि जरूर बड़ा होकर राष्ट्रपति कलाम जैसे एक आदमी बन जाएगा। മനസ്സിലായോ മക്കളെ? ഒരിക്കൽ ഒരു ചായക്കടയിൽ തൻ്റെ മകനെ ജോലിക്ക് നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മുടെ കലാമിൻ്റെ അമ്മ. അവിടെ എത്തിയപ്പോൾ ഒരു ദിവസം അവൻ TV-യിൽ രാഷ്ട്രപതി കലാമിനെ കാണാനിടയായി. നീളമുള്ള മുടിയുള്ള കലാമിനെ കണ്ടപ്പോൾ അവൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ ആരാണ് എന്ന് ഭാട്ടീസായോട്, ചായക്കട നടത്തുന്ന ആ മനുഷ്യനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി. അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ അവനൊരു തീരുമാനമെടുത്തു, ഞാനും വലുതാകുമ്പോൾ രാഷ്ട്രപതി കലാമിനെ പോലെ ആയിത്തീരും. എത്ര നല്ല തീരുമാനമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യത്തെ ഏറ്റവും ഉന്നത പദവിയാണ് രാഷ്ട്രപതിയുടേത്. അപ്പോൾ ഒരു ചായക്കടയിൽ ജോലിക്ക് വന്ന കലാം എത്ര വലിയ സ്വപ്നത്തിലേക്കാണ് അവൻ എത്താൻ ആഗ്രഹിച്ചതെന്ന് കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ലാത്ത കലാമാണ് രാഷ്ട്രപതിയാകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചത്. लेकिन फिल्म में एक और बच्चा भी है, ढाणी के राणा का बेटा रणविजय, जिसे स्कूल जाना कतई पसंद नहीं. वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है, कलाम को एक अलग जीवन, बेहतर जीवन का सपना दिखाता है. ढाणी इस शब्द का अर्थ है राजस्थान में कुछ ही परिवारों को मिलाकर बने छोटा सा गांव. दूसरा एक शब्द है यहाँ बेहतर जीवन, बेटर लाइफ, अच्छा जीवन. यहाँ कलाम के अलावा एक और बच्चा है, उसका नाम क्या है? रणविजय. रणविजय कौन है? वो ढाणी के राणा का बेटा है. रणविजय स्कूल जाना नहीं चाहता है. क्यों? क्योंकि उसके मन में परीक्षा से बहुत डर है, इसलिए स्कूल जाना वो कतई पसंद नहीं करता. यहाँ कलाम का सपना है स्कूल जाना. क्यों? क्यों वो स्कूल जाना चाहता है? क्योंकि उसको ये नौकरी जीवन छोड़कर राष्ट्रपति कलाम जैसे एक बड़ा आदमी बनना है, इसलिए अब वो स्कूल जाना चाहता है. यहाँ लेखक राज परिवार का लड़का रणविजय और चाय की दुकान का नौकर കലാം की तुलना करते हैं. മനസ്സിലായോ? ഇവിടെ ലേഖകൻ മറ്റൊരു കുട്ടിയെ കൂടി പരിചയപ്പെടുത്തുകയാണ്. അയാം കലാം എന്ന സിനിമയിൽ കൊച്ചു കലാമിനെ കൂടാതെ ഒരാൾ കൂടിയുണ്ട് അവൻ്റെ അതേ പ്രായത്തിൽ. അവൻ്റെ പേരാണ് रणविजय. रणविजय ആരായിരുന്നു? ആ ഗ്രാമത്തിലെ റാണ, അതായത് ആ ഗ്രാമത്തലവൻ്റെ മകൻ. അവൻ ഒരു ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പക്ഷേ അവന് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? പരീക്ഷയോടുള്ള പേടി. അതേസമയം रणविजयന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം നമ്മുടെ കലാം, അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്കൂളിൽ പോകുക എന്നുള്ളത്. എന്തിനാണ് അവൻ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? ഈ നൗക്കരി ജീവൻ, അതായത് ചായക്കടയിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഒരു വലിയ ജീവിതം, അതായത് രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക എന്നുള്ള അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചത്. ഇവിടെ ലേഖകൻ ഈ രണ്ട് കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. कलाम एक गरीब घर का लड़का था, लेकिन
इधर रणविजय, वो राज परिवार का लड़का था। कलाम स्कूल जाना बहुत पसंद करता था, उसका सपना था स्कूल जाना। लेकिन यहाँ रणविजय स्कूल जाने के लिए कतई पसंद नहीं करता। चाय की दुकान का काम करता था यहाँ कलाम। यहाँ रणविजय अंग्रेजी स्कूल में पढ़ रहा था। इस प्रकार लेखक ने दोनों बच्चों की तुलना यहाँ की है। फिल्म में दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार हैं और ख़ास इशारा भी करते हैं। मुलाकात शब्द का अर्थ है मीटिंग, कंडुमुटल, कूडिकाഴ്ച। संवाद हम जानते हैं संभाषणम, कॉन्वर्सेशन। इशारा करना अर्थ है संकेत करना। यहाँ लेखक ने दोनों बच्चों की पहली मुलाकात के बारे में कहा है। उनकी पहली मुलाकात कैसी थी? बहुत मज़ेदार थी। कलाम पहली बार चुपके से रणविजय के कमरे में घुस गया। वहाँ आकर उसने देखा एक लंबे शेल्फ में बहुत सारी अंग्रेजी किताबें हैं। वो बहुत ആശ്ചര്യ हो गया। മനസ്സിലായോ? ഇവിടെ ആദ്യമായിട്ട് കലാമും രണവിജയും കൂടെ സംസാരിക്കുകയാണ്. സംസാരിക്കുന്നത് രണവിജയൻ്റെ മുറിയിൽ വെച്ചിട്ടാണ്. ആരും അറിയാതെ അവൻ ആ മുറിയിൽ കടന്നു. അവർ രണ്ടുപേരും മാത്രമേ ഇതറിയുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഒരു ഷെൽഫിൽ നിറയെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ട് അവനാകെ അതിശയം തോന്നുകയാണ്. അവർ തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കലാം, इतनी सारी किताबें काहे की है? रणविजय, आपको अंग्रेजी नहीं आती क्या? कलाम, तेरे को पेट पर चढ़ना आता है? रणविजय, हमें घोड़े पर चढ़ना आता है, आपको घुड़सवारी आती है? कलाम, मेरे को ऊंट पर चढ़ना आता है, तेरे को क्या ऊंट की दवा करनी आती है? कलाम की भाषा में ग्रामीण शब्द देख सकते हैं। काहे की, तेरे को, मेरे को जैसे। ये टेबल देखिए बच्चों। काहे की, किसकी। किसकी माने कौन सर्वनाम के साथ की प्रत्यय जोड़ने पर किसकी मिलते हैं। आरुडेद, तेरे को, तू प्लस को, तुझको। यहाँ और एक शब्द है मेरे को, मुझको, मैं प्लस को। किसकी, इसके लिए पाठ में प्रयुक्त शब्द कौन सा है? काहे की। तुझको के लिए पाठ में प्रयुक्त शब्द कौन सा है? हाँ बताइए, कौन सा है? तेरे को। मुझको, इसके लिए पाठ में प्रयुक्त शब्द? हाँ, मेरे को। यहाँ दोनों के संवाद में उनका जीवन माहौल देख सकते हैं। रणविजय कलाम को आप कहकर संबोधित करता है. ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ സംഭാഷണത്തിലും സ്വാധീനം ചെലുത്തും എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. इस प्रकार मज़ेदार संवाद के अंत में दोनों दिली दोस्त बन गए हैं. ഈ സംഭാഷണത്തിൻ്റെ ഒടുവിൽ അവർ അടുത്ത കൂട്ടുകാരായി മാറി. यहाँ देखो, कौन अंग्रेज़ी जानता है? इस संवाद से हम क्या समझ सकते हैं? कौन अंग्रेज़ी जानता है? हाँ, रणविजय. किसको पेट पर चढ़ना आता है? कोई शक नहीं, कलाम को. किसको घुड़सवारी मालूम है? हाँ, राज परिवार का लड़का रणविजय को. ऊंट पर चढ़ना कौन जानता है? कलाम. कलाम के चाय की दुकान में एक ऊंट था, उस पर चढ़ना वो जानता था. इन संवादों के बाद
कलाम और रणविजय के बीच खुद सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है। लेन देन को लेकर दोस्ती हो जाती है। लेन देन शब्द आपने पढ़ा है क्या? भूल गया? वो अदला बदली ഓർമ്മയുണ്ടോ? നമ്മുടെ മോർപ്പാലും മിഹിറും കൂടി खाने के डिब्बे की अदला बदली। हाँ, यहाँ भी एक लेन देन चल रहा है। वहाँ मोरपाल और मिहिर के बीच एक लेन देन चल रहा था। यहाँ रणविजय और कलाम के बीच एक लेन देन चल रहा था। यहाँ के लेन देन क्या है? कलाम और रणविजय दोनों आपस में क्या क्या वादा दिया? इन संवादों के बाद दोनों ने आपस में वादा करते थे कि रणविजय कलाम को खुद सवारी सिखाएगा और कलाम रणविजय को पेड़ पर चढ़ना सिखाएगा. സംഭാഷണത്തിൻ്റെ ഒടുവിൽ രണ്ടുപേരും പരസ്പരം ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചു. അവനവന് അറിയാത്തത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് രണവിജയിന് അറിയാവുന്ന കുതിരസവാരി നമ്മുടെ കലാമിന് പഠിപ്പിച്ചു കൊടുക്കും. കലാമിന് അറിയാവുന്ന മരം കയറ്റം തിരിച്ച് രണവിജയനും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവർ തങ്ങളുടെ സൗഹൃദം പരസ്പരം പങ്കുവയ്ക്കാനായി തീരുമാനിക്കുന്നു. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है और उस लड़के का भी जो सुदूर बीहट में बैठा अमिताभ की फिल्में देख देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. किस्सा शब्द का अर्थ है कहानी. हमने पहले बताया. यादगार अविस्मरणीयമായ मेमोरेबल, अधूरा अपूर्ण. एक तरफा शब्द का अर्थ है यहाँ वन साइडेड. अनुकरण करने के लिए यहाँ नकल करना शब्द प्रयुक्त होता है. फिल्म के दो अविस्मरणीय घटनाओं के बारे में यहाँ लेखक ने हमसे कहा. एक तो भाटीसा की प्रेम कहानी. भाटीसा कौन है आप जानते हैं? हाँ, चाय की दुकान चलाने वाला. भाटीसा को वहाँ आने वाली एक पर्यटक फ्रेंच से आने वाली लूसी मैडम से प्यार हुआ था भाटीसा के मन में. लेकिन लूसी मैडम को इस प्यार के बारे में कुछ नहीं जानता था. और एक घटना के बारे में लेखक ने यहाँ कहा. दूसरी कहानी चाय की दुकान में काम करने वाला दूसरा लड़का, उसकी कहानी जो फिल्म स्टार अमिताभ बच्चन की फिल्में देखकर उसका अनुकरण करके स्वयं अमिताभ बनना चाहता था. दोनों कहानी की याद यहाँ लेखक ने की है. ഇവിടെ രണ്ട് കഥകളാണ് ലേഖകൻ ഓർക്കുന്നത്. രണ്ട് അവിസ്മരണീയമായ കഥകൾ. അതിലൊന്ന് ചായക്കട നടത്തുന്ന ഭാട്ടീസായുടെ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്. ആ കടയിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ടായിരുന്നു. ഒരു ഫ്രഞ്ച് വനിതയായ ലൂസി മാഡത്തിനോട് ഭാട്ടീസായ്ക്ക് തോന്നുന്ന സ്നേഹം, അതാണ് അതിലെ ഒരു കഥാഭാഗം. രണ്ടാമത്തേത് ഇതേ ചായക്കടയിൽ കലാമിനെ പോലെ ജോലിക്ക് നിൽക്കുന്ന മറ്റൊരു കുട്ടി. അവൻ സിനിമാ താരം അമിതാഭ് ബച്ചൻ്റെ ആരാധകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അനുകരിച്ച് അവനും അമിതാഭ് ബച്ചനെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്നു. ഈ രണ്ട് കഥയാണ് രണ്ട് മെമ്മറബിൾ സ്റ്റോറിയായിട്ട് നമ്മളോട് ലേഖകൻ ഇവിടെ പറയുന്നത്. ബസ് ഏക് ഫറക് ഹെ, फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. लेकिन मेरे बचपन में ऐसा नहीं होता. मोरपाल का स्कूल 8वीं के बाद छूट जाता है, छुड़वा दिया जाता है और वो अपने पिता की तरह आज भी वही खेत मजदूरी करता है. यहाँ लेखक ने हमसे कहा, कलाम और मोरपाल की ज़िंदगी में क्या अंतर है? कलाम का सपना पूरा हो गया. वो दिल्ली ही पहुंचता है और
अपने पसंद के स्कूल में जाने का मौका भी उसको मिला है. लेकिन मोरपाल को क्या हुआ? എന്താണ് മോർപാലിൻ്റെ അവസ്ഥ? 8वीं कक्षा के बाद उसको अपनी पढ़ाई छोड़नी पड़ी. 8ാം ക്ലാസ്സിന് ശേഷം അവന് തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച്, തൻ്റെ പഠനം ഉപേക്ഷിച്ച് തിരികെ कृषिയിലേക്ക് മടങ്ങേണ്ടി വന്നു. वो अपने पिता के साथ खेत मजदूरी करता है. यहाँ लेखक कलाम और मोरपाल की जिंदगी का अंतर दिखाता है. ഇവിടെ ലേഖകൻ കലാമിൻ്റെ ജീവിതവും മോർപാലിൻ്റെ ജീവിതവും താരതമ്യം ചെയ്തിരിക്കുകയാണ്. കലാമിന് തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. അവന് ഡൽഹിയിലെത്തി, തനിക്കിഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാൻ പോകാൻ കഴിഞ്ഞു. എന്നാൽ നമ്മുടെ മോർപാലോ 8ാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ട് തൻ്റെ പിതാവിനോടൊപ്പം കൃഷിയിൽ ഏർപ്പെടേണ്ടി വന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവരുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? നമുക്ക് ധാരാളം സാഹചര്യങ്ങളുണ്ട് അല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. നമുക്ക് സ്കൂളിൽ പോകുന്നതിന് പ്രതിബന്ധങ്ങളില്ല, നമുക്ക് പഠിക്കാനുള്ള സാഹചര്യത്തിന് കുറവൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? കലാം എത്ര കഷ്ടപ്പെട്ടാണ് സ്കൂളിൽ പോകാനുള്ള ആ ഒരു സാഹചര്യം നേടിയെടുത്തത്. മോർപാലിന് എന്താഗ്രഹമായിരുന്നു പഠിക്കാൻ. എന്നിട്ട് അവന് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? അപ്പോൾ എൻ്റെ മക്കൾ ഇതുകൂടി ആലോചിക്കണം. നമുക്ക് കിട്ടിയ സാഹചര്യം നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന്. इसलिए मेरे लिए कलाम की कहानी 100 में 1 की कहानी है. हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है. यहाँ कलाम की कहानी 100 में 1 ही कहानी है. बाकी 99 मोरपाल जैसी हैं. अर्थात जिंदगी में सफलता पाने की अदम्य इच्छा होने पर भी उसको सफलता नहीं मिली. അതായത് ലേഖകൻ നമ്മളോട് പറയുന്നത് കലാമിൻ്റെ കഥ 100ൽ ഒരാളുടെ കഥയാണ്. അതായത് സാഹചര്യങ്ങളോട് പടവെട്ടി അവന് ജീവിത വിജയം അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ബാക്കി 99 പേരും മോർപാലിനെ പോലെയാണ്. മനസ്സിലായോ മക്കളെ? അതായത് സാഹചര്യങ്ങളോട് പടവെട്ടിയിട്ടും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാത്തവർ. എന്നാലും അവർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറിയില്ല. സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ മോർപാലിനും കഴിയുന്നു അല്ലേ? 8ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ സാഹചര്യം തനിക്ക് അനുകൂലമല്ലായിരുന്നു. എന്നിട്ട് പോലും അവൻ കൃഷി ചെയ്ത്, അച്ഛനോടൊപ്പം കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. യഹാം കലാം की जिंदगी में सफलता मिली, मोरपाल की जिंदगी में सफलता नहीं मिली, फिर भी वो अपनी जिंदगी गुजारने के लिए एक काम किया करता था. ഒരിക്കലും കലാമിൻ്റെ ജീവിതവും മോർപാലിൻ്റെ ജീവിതവും താരതമ്യം ചെയ്യുമ്പോൾ ഒരാൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. क्लास समाप्त होने के पहले ये सोचिए आज हमने क्या क्या पढ़ा. नील माधव पांडा की फिल्म है आयाम कलाम. लेखक के बचपन के समय ज़्यादातर लोगों की बुरी हालत पर विचार किया हमने. फिर कलाम का परिचय पाया, रणविजय का परिचय पाया, दोनों की दोस्ती के बारे में समझा. कलाम और मोरपाल की जिंदगी के अंतर पर विचार किया. है ना? याद है सबको? देखिए, यह प्रश्न आप कर सकते हैं. सही मिलान करें. देखो, कलाम रणविजय. राष्ट्रपति कलाम साहब बनना चाहता है, घुड़सवारी जानता है, स्कूल जाना कतई पसंद नहीं करता, अंग्रेजी जानता है, दिल्ली पहुंचता है, सपना साकार होकर स्कूल जाता है.
इसका उत्तर तैयार करके अपने टीचर जी को ज़रूर भेजना। पाठ का सस्वर वाचन करना। अच्छा, सबको मेरा धन्यवाद।